കരുനാഗപ്പള്ളിയിൽ വി.ഡി. സതീശന്റെ പദയാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണം. പ്രവർത്തകരുടെ തിരക്ക് അപൂർവ നിമിഷങ്ങൾ ശ്രദ്ധേയമായി. കൊല്ലം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധ നേടുന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശ് നയിക്കുന്ന പദയാത്ര ഇന്ന് കരുനാഗപ്പള്ളിയിൽ ആവേശഭരിതമായ അന്തരീക്ഷത്തിലാണ് മുന്നേറിയത്. രാവിലെ ആരംഭിച്ച പദയാത്ര നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളായ ടൗൺ ജംഗ്ഷൻ, മാർക്കറ്റ് റോഡ്, ബസ് സ്റ്റാൻഡ് പരിസരം, വിവിധ ജംഗ്ഷനുകൾ എന്നിവ വഴിയാണ് കടന്നുപോയത്. തുടക്കം മുതൽ തന്നെ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളും നാട്ടുകാരും പദയാത്രയിൽ പങ്കുചേർന്നതായി ശ്രദ്ധേയമായി. പദയാത്ര കടന്നുപോയ വഴികളിൽ പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ മുഴക്കി നേതാവിനെ വരവേറ്റു. സതീഷ് ജി സിന്ദാബാദ്, കോൺഗ്രസ് സിന്ദാബാദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളിൽ അന്തരീക്ഷം മുഴുവൻ ആവേശഭരിതമായി. നിരവധി സ്ഥലങ്ങളിൽ പൂമാലകളും പൂക്കളും നൽകി പ്രവർത്തകർ സ്വീകരണം ഒരുക്കി. സ്ത്രീകളും യുവാക്കളും ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകൾ റോഡരികിലെത്തി നേതാവിനെ നേരിൽ കാണുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തു. പലരും മൊബൈൽ ഫോണുകളിൽ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. പദയാത്രയ്ക്കിടെ ഒരു വേള പ്രവർത്തകരുടെ ആവേശം അതിരുവിട്ടപ്പോൾ ചില പ്രവർത്തകർ സതീശിനെ തലയിൽ ചുമന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച സംഭവം പ്രത്യേക ശ്രദ്ധ നേടി. നേതാവിനോടുള്ള സ്നേഹവും പിന്തുണയും പ്രകടിപ്പിക്കുന്നതിനായാണ് പ്രവർത്തകർ ഇത് ചെയ്തത്. എന്നാൽ ജനക്കൂട്ടം വളരെ കൂടുതലായതിനാൽ ഒരു വേള സതീശിന് ബാലൻസ് നഷ്ടപ്പെടാനൊരുങ്ങിയ സാഹചര്യമുണ്ടായി. സുരക്ഷാ ഉദ്യോഗസ്ഥരും പാർട്ടി നേതാക്കളും ഉടൻ ഇടപെട്ട് അദ്ദേഹത്തെ സുരക്ഷിതമായി താഴെയിറക്കി. തുടർന്ന് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പദയാത്ര തുടർന്ന് കരുനാഗപ്പള്ളിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ചെറു സ്വീകരണങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച സതീഷ് സംസ്ഥാനത്തെ ഭരണപരമായ വിഷയങ്ങളും ജനങ്ങൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും ഉന്നയിച്ചു. ജനങ്ങളുടെ പിന്തുണയും പങ്കാളിത്തവും പദയാത്രയ്ക്ക് കൂടുതൽ ശക്തി നൽകുന്നതായി അദ്ദേഹം പ്രതികരിച്ചു. പദയാത്രയുടെ ഭാഗമായി വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. പോലീസ് സേനയും പാർട്ടി വോളണ്ടിയർമാരും ചേർന്ന് ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുകയും യാത്ര സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്തു. ജനക്കൂട്ടത്തിന്റെ തിരക്ക് മൂലം ചില സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. കരുനാഗപ്പള്ളിയിലെ പദയാത്ര വലിയ ജനപങ്കാളിത്തവും ആവേശകരമായ നിമിഷങ്ങളും കൊണ്ട് ശ്രദ്ധേയമായി. പ്രവർത്തകരുടെ ആവേശവും ജനങ്ങളുടെ പിന്തുണയും പദയാത്രയ്ക്ക് പുതിയ ഊർജം നൽകുന്നതായി പാർട്ടി നേതൃത്വം വിലയിരുത്തി. പദയാത്ര അടുത്ത ദിവസങ്ങളിലും കൊല്ലം ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലൂടെ തുടരുമെന്നും വിവിധ കേന്ദ്രങ്ങളിൽ പൊതുയോഗങ്ങളും ജനസമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. സോഷ്യൽ മീഡിയയിൽ കരുനാഗപ്പള്ളിയിലെ പദയാത്രയുടെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകരുടെ ആവേശവും ജനപിന്തുണയും പ്രകടമാക്കുന്ന ഈ ഘട്ടം പദയാത്രയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഘട്ടങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്.